ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൻഷീസ് വേൾഡ്. വീണ്ടും ഞാൻ ഒരു പുതിയ മേക്കിംഗ് വീഡിയോ ആണ്. അതായത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മേക്കിംഗ് വീഡിയോസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ട് ഹെയർ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോൺ ഷീറ്റാണിത്. അത് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഓരോ ലെയർ ഇങ്ങനെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മെറ്റൽ ബോയിലോ ഏത് ബോയിൽ വേണമെങ്കിലും ഒട്ടിക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതിന് സിമ്പിൾ, 1 മിനിറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല ഈ ഒരു ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു പീച്ച് കളറാണ് ഇതിൻ്റെ സ്റ്റോണിലെ പേളിന്. പിന്നെ അതേപോലെ സ്റ്റോണും അങ്ങനെ തന്നെ ഒരു ലൈറ്റ് പീച്ച് കളറാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്, ക്യൂട്ടാണ്. അതിൻ്റെ ഹെയർ ബോയും അതുപോലെ അലിഗേറ്ററിലും ഒക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ. പിന്നെ അതുപോലെ ഇതൊരു ബ്ലാക്കാണ് ഇതിൻ്റെ ബ്ലാക്ക് സ്റ്റോൺ. നല്ല ഭംഗിയുണ്ട്, ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണിത്. ഇതും ഈ പറഞ്ഞ പോലെ സ്റ്റോൺ ഷീറ്റാണ്. ഈ സ്റ്റോൺ ഷീറ്റുകൾ നമുക്ക് ഹെയർ ബോയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ചെരുപ്പുകളിൽ, നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ബ്ലാക്ക് ഹെയർ ബോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അതും ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റോൺ ഷീറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും, എളുപ്പമാണ്, ഈസിയാണ്. ഇതാണ് കേട്ടോ. സ്റ്റോൺ ഷീറ്റിൻ്റെ മേലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, അതിൽ പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എണ്ണം ചെയ്തു. 2 സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്യുക, അതിലേക്ക് ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കുക. അത്ര തന്നെ അതിന് പണിയുള്ളൂ. ഇത് നമുക്ക് അലിഗേറ്ററിലും ഒട്ടിക്കാം കേട്ടോ. അലിഗേറ്ററിൽ ഒട്ടിച്ചാൽ നല്ല രസമാണ് കാണാൻ, നല്ല ക്യൂട്ടാണ്. ചെറിയ അലിഗേറ്റർ, നല്ല ചെറിയ കുട്ടികൾക്കൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരളവിന് കട്ട് ചെയ്യുക, ഒട്ടിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും. സ്റ്റോൺ ഷീറ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. സ്റ്റോൺ ഷീറ്റിന് 10 രൂപയാണ് ഒരു ലെയറിന്. ഇതൊക്കെ വൈറ്റ് സ്റ്റോണാണ്. വൈറ്റ് സ്റ്റോൺ വെച്ചൊട്ടിച്ചു. ബ്ലാക്ക്, ഗോൾഡൻ, പീച്ച്. പിന്നെ വലിയ ബോയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇത് വലിയ ബോയാണ് ലാസ്റ്റ് ചെയ്തത്. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. തലയിലൊക്കെ ഗോൾഡൻ ഇതൊക്കെ നല്ല അടിപൊളിയാണ്. അതിൻ്റെ ആ ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ലായിരുന്നു, പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. ഷീറ്റ് എടുത്ത് കളഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് കളഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളിത് ഷോപ്പിൽ പോയി വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? നമുക്ക് വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ചെയ്തെടുക്കാനും അതുപോലെ ഷോപ്പിലേക്ക് കൊടുക്കാനും കസ്റ്റമേഴ്സിന് കൊടുക്കാനും ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബ്ലാക്ക് സ്റ്റോണാണിത്. അലിഗേറ്ററിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് ഹാർട്ടിൻ്റെ ബീഡ്സാണ്, അത് വെച്ചിട്ട് ചെയ്ത അലിഗേറ്ററാണ്. ഇത് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്ത അലിഗേറ്ററാണ്. ഒക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ സിമ്പിൾ, അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിനൊന്നും ഗ്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. ഇതൊക്കെ ബീഡ്സ് ഡയറക്റ്റ് ഒട്ടിച്ചതാണ്. ആർക്കെങ്കിലും ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ചെയ്ത് അലിഗേറ്റർ അതുപോലെ ഹെയർ ബോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതൊക്കെ സ്റ്റോൺ ഷീറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റോൺ ഷീറ്റുകളാണ്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, അങ്ങനെ കുറേ കളറുണ്ട്. ഹേർട്ടിൻ്റെ ഉണ്ട്, ബീഡ്സിൻ്റെ ഉണ്ട്. സ്റ്റോൺ ഷീറ്റ് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ചാൽ മതി എങ്ങനെയാണ് എന്നുള്ളത്. ടൈമുള്ള സമയത്ത് തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീട്ടമ്മമാരും വെറുതെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് എനിക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.